നമസ്കാരം, ഞാൻ ഷാലുവിനു. എല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് സ്വാഗതം. നമ്മുടെ ഇന്നത്തെ റെസിപ്പി ഒരു നാടൻ മത്തങ്ങ എരിശ്ശേരിയാണ്. മത്തങ്ങയും വൻപയറും ഒക്കെ കൂടി ഇട്ടിട്ടുള്ള ഒരു തനി നാടൻ കറി. സദ്യയിലൊക്കെ ഈ ഒരു റെസിപ്പി എപ്പോഴും ഉണ്ടാവും. ഇതില്ലാണ്ട് സദ്യ ഉണ്ടാവാറില്ല എന്ന് തന്നെ പറയാം. അപ്പം നമുക്ക് നോക്കാം ഇതെങ്ങനെയാണ് ചെയ്യുന്നതെന്നുള്ളത്. ഞാനിവിടെ ഒരു മത്തങ്ങയുടെ പകുതി ഭാഗം കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. തൊലി കളഞ്ഞിട്ട് ചെറിയ പീസായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ ഒരു അരക്കപ്പ് വൻപയർ വെള്ളത്തിൽ കുതിർത്ത് വെച്ചിരുന്നു. തലേ ദിവസം തന്നെ കുതിർത്ത് ഞാനിപ്പോൾ കഴുകി എടുത്തിട്ടുണ്ട്. പിന്നെ നമുക്കിതിലേക്ക് അരപ്പ് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഒരു 1/4 കപ്പ് തേങ്ങയും 1/2 ടീസ്പൂൺ ജീരകവും ഒരു ചുവന്നുള്ളി ചെറുതായി അരിഞ്ഞതും ഇല്ലെങ്കിൽ സവാളയായാലും മതി. പിന്നെ പച്ചമുളകും വേണം. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1/2 ടീസ്പൂൺ മുളക് പൊടിയാണ് ഞാനിവിടെ പൊടികളായിട്ട് എടുക്കുന്നത്. പിന്നെ താളിക്കാനായിട്ട് 1/2 ടീസ്പൂൺ കടുക്, 2 വറ്റൽമുളക്, ആവശ്യത്തിന് കറിവേപ്പില, ഒരു ചുവന്നുള്ളി അല്ലെങ്കിൽ സവാള അരിഞ്ഞത്. പിന്നെ നമ്മളിതിൽ തേങ്ങ നല്ലോണം വറുത്ത് ചേർക്കുന്നുണ്ട്. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ 3 ടേബിൾ സ്പൂൺ തേങ്ങ എടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ ഈ എരിശ്ശേരി റെഡിയാക്കുന്നത് കോക്കനട്ട് ഓയിലാണ്. നമ്മുടെ കയ്യിൽ ഈ വെളിച്ചെണ്ണ ഇല്ലാന്നുണ്ടെങ്കിൽ മാത്രമേ വേറെ ഏതെങ്കിലും എണ്ണ ഇതിന് വേണ്ടിയിട്ട് ഉപയോഗിക്കാവൂ. നമുക്ക് ആദ്യം തന്നെ ഈ പയറും മത്തങ്ങയും കൂടെ ഒന്ന് പ്രഷർ കുക്കറിലിട്ട് വേവിച്ചെടുക്കാം. ഞാനിവിടെ ഇൻസ്റ്റൻറ്റ് പോട്ടിലാണ് ചെയ്യുന്നത്. ആദ്യം തന്നെ നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ വൻപയർ ഒന്ന് വേവിച്ചിട്ട് അതിനുശേഷം ഇതിലേക്ക് മത്തങ്ങ ചേർത്ത് കൊടുത്ത് വേവിച്ചാൽ മതിയാവും. പക്ഷേ ഞാനിപ്പോൾ ഇവിടെ എടുത്തിരിക്കുന്ന മത്തങ്ങ വെന്ത് കിട്ടാൻ കുറച്ച് ടൈം എടുക്കും. അതുകൊണ്ട് ഞാനിത് രണ്ടും കൂടെ ഒരുമിച്ചാണ് വേവിക്കുന്നത്. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് കറിവേപ്പിലയും 2 പച്ചമുളകും കൂടി ഇട്ട് കൊടുക്കാം. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1/2 ടീസ്പൂൺ മുളക് പൊടിയും കൂടി ഇട്ട് കൊടുക്കണ്ടേ. ഈ മുളക് പൊടി ഇട്ട് കൊടുക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല. പക്ഷേ ഇതിട്ട് കൊടുത്താൽ നല്ലൊരു കളർ ഉണ്ടാവും നമ്മുടെ കറിക്ക്. അതുകൊണ്ട് ഞാൻ ചേർത്ത് കൊടുക്കുന്നതേ ഉള്ളൂ. ഇനി നമുക്കിതിലേക്ക് ഇത് വെന്ത് വരാനുള്ള ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുക്കാം. നമ്മുടെ ഈ കറിക്ക് എത്ര വെള്ളം വേണോ അത് അത്ര ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാം. 1/2 ടീസ്പൂൺ വെളിച്ചെണ്ണയും ചേർത്ത് കൊടുക്കാം. ഇനി പ്രഷർ കുക്കറിലാണെങ്കിൽ എല്ലാം കൂടെ ഒരു 3-4 വിസിൽ വെച്ചാൽ മതിയാവും. ഇത് വെന്ത് കിട്ടും. ഞാനിപ്പോൾ ഇത് പ്രഷർ കുക്ക് മോഡിൽ ഒരു 4 മിനിറ്റ് വേവിച്ചെടുക്കുന്നുണ്ട്. ഇനി നമുക്ക് അരപ്പ് തയ്യാറാക്കാനായിട്ട് 1/4 കപ്പ് തേങ്ങ ഒരു മിക്സിയിലേക്ക് ചേർത്ത് കൊടുക്കാം. അതിനോടൊപ്പം തന്നെ 1/2 ടീസ്പൂൺ ജീരകം ചേർത്ത് കൊടുക്കുന്നുണ്ട്. ചെറിയ ജീരകമാണ് ഞാനിവിടെ ചേർത്ത് കൊടുക്കുന്നത്. പിന്നെ ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാള ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്കിതെല്ലാം കൂടെ കുറച്ച് വെള്ളം ഒഴിച്ചൊന്ന് അരച്ചെടുക്കാം. നല്ല പേസ്റ്റ് പോലെയൊന്നും അരിഞ്ഞു വരേണ്ട ആവശ്യമില്ല കേട്ടോ. ഇതൊരു പരുവത്തിന് അരിഞ്ഞു വന്നാൽ മതിയാവും. ഏകദേശം ഈ ഒരു രീതിയിൽ കിട്ടിയാൽ മതിയാവും. ഒരുപാടങ്ങ് പേസ്റ്റ് പോലെ അരിഞ്ഞു പോകാനും പാടില്ല, എന്നാൽ തരിതരിയായിട്ട് അങ്ങനെ കിടക്കാനും പാടില്ല. ഇപ്പോൾ നമ്മുടെ ഈ പയറും മത്തങ്ങയൊക്കെ നല്ലതുപോലെ ഒന്ന് വെന്ത് വന്നിട്ടുണ്ട്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇതൊന്ന് നല്ലപോലെ ഒന്ന് ഉടച്ചെടുക്കാം. ഇല്ലാന്നുണ്ടെങ്കിൽ ഇങ്ങനെ തന്നെ വേണമെങ്കിൽ ഇട്ട് ചെയ്യാം കേട്ടോ. ചില സൈഡിലൊക്കെ ഇത് നല്ലോണം ഉടച്ചാണ് ചെയ്യുന്നത്. ചിലയിടത്ത് ഇത് അങ്ങനെയും ചെയ്യാറുണ്ട്. ഇപ്പം ഞാൻ ഇതൊക്കെ നല്ലപോലെ ഉടച്ചിട്ടുണ്ട്. ഇപ്പം മത്തങ്ങയൊക്കെ നല്ലപോലെ ഇതിൽ ഉടഞ്ഞു വന്നിട്ടുണ്ട്. ഇതിലെ പയറും ആവശ്യത്തിന് ഇതിൽ ഉടഞ്ഞു വന്നിട്ടുണ്ട്. ഇനി നമുക്കിതൊന്നുകൂടെ ഒന്ന് തിളപ്പിച്ചെടുക്കാം. ഇതൊന്ന് തിളച്ച് വരുമ്പോഴേക്ക് ഇതിലേക്ക് അരച്ച് വെച്ചിരിക്കുന്ന തേങ്ങയുടെ അരപ്പ് നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിതൊക്കെ കൂടെ ഒന്ന് മിക്സ് ചെയ്ത് നോക്കാം. ആവശ്യമെന്നുണ്ടെങ്കിൽ കുറച്ച് ഉപ്പൂടെ ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇനി നമ്മൾ ആ മിക്സിയിൽ തന്നെ കുറച്ചുകൂടെ വെള്ളം ഒഴിച്ചിട്ട് അതിൽ ബാക്കിയുള്ള അരപ്പും കൂടി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പം നമ്മുടെ അരപ്പൊന്നും ഒട്ടും വേസ്റ്റ് ആവില്ല. ഇനി ഇതെല്ലാം കൂടെ നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇപ്പം തന്നെ എരിശ്ശേരിയുടെ നല്ലൊരു മണം വരുന്നുണ്ട്. ഇനി കടുകൂടെ താളിച്ച് കഴിഞ്ഞാൽ ഇത് പെർഫെക്റ്റായിട്ട് കിട്ടും. ഇനി ഇത് ചെറുതായിട്ടൊന്ന് തിളച്ച് വന്നാൽ മതിയാവും. ഒരുപാട് നേരം തിളച്ച് വെന്തൊന്നും പോകേണ്ട ആവശ്യമില്ല. എനിക്കിപ്പോൾ ഉപ്പ് കുറച്ച് കുറവായിരുന്നതുകൊണ്ട് ഞാൻ കുറച്ചുകൂടി ഉപ്പ് ചേർക്കുന്നുണ്ട്. ഉപ്പ് ചേർത്തിട്ട് ഇനി ഇതെല്ലാം കൂടെ ഒന്നുകൂടെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇപ്പം നമ്മൾ ആ മുളക് പൊടി ചേർത്തത് കൊണ്ടാണ് ഇതിൻ്റെ കളർ ഇങ്ങനെ ഇരിക്കുന്നത്. ഇതല്ലാന്നുണ്ടെങ്കിൽ കുറച്ചുകൂടെ ഒരു യെല്ലോയിഷ് കളറായിരിക്കും നമ്മുടെ എരിശ്ശേരിക്ക് വരിക.
ഇതിപ്പോൾ എല്ലാം ഒന്ന് തിളച്ച് വന്നിട്ടുണ്ട്, നല്ലപോലെ തിളയ്ക്കുന്നുണ്ട്. ഇനി നമുക്ക് ഈ ഫ്ലെയിം ഒന്ന് ഓഫ് ചെയ്തിട്ട് കടുക് താളിക്കാനായിട്ടുള്ള പരിപാടികൾ നോക്കാം കേട്ടോ. അതിനായിട്ട് ഞാനൊരു പാൻ ചൂടാക്കി അതിൽ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു. ഈ വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വന്നപ്പോഴത്തേക്ക് ഇതിലേക്ക് കുറച്ച് കടുക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി കടുക് ഒന്ന് പൊട്ടി വരുമ്പോൾ 2 വറ്റൽ മുളക് കട്ട് ചെയ്ത് നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഇത് 1 മിനിറ്റ് ഒന്ന് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. ഈ വറ്റൽ മുളകും കടുകും ഒന്നും കരിഞ്ഞു പോവാതെ ശ്രദ്ധിക്കണേ. ഇനി നമുക്കിതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാളയും കറിവേപ്പിലയും ചേർത്ത് കൊടുക്കാം. ഈ നാടൻ കറികളിലൊക്കെ കറിവേപ്പില എത്ര ചേർത്ത് കൊടുക്കുന്നോ കറിക്കൊക്കെ അത്രയും ടേസ്റ്റ് കൂടുമേ. ഇനി ഈ സവാളയുടെ കളറൊന്ന് മാറുന്ന വരെ നമുക്കിതൊന്ന് വഴറ്റിയെടുക്കാം. നല്ല ഗോൾഡൻ ബ്രൗൺ ഒന്നും ആവണ്ട, ചെറുതായിട്ടൊന്ന് കളർ മാറിയാൽ മതിയാവും. കാര്യം നമ്മളിനി ഇതിൽ തേങ്ങയും കൂടി ഇട്ട് വറക്കുന്നുണ്ട്. ഇനി നമുക്ക് സിമ്മിലിട്ടിട്ട് ഒരു 3 ടേബിൾ സ്പൂൺ ചിരകിയ തേങ്ങയും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇതിൻ്റെ മെയിൻ ഒരു കീ എന്ന് പറയുന്നത് ഇതാണ് കേട്ടോ. നമ്മുടെ എരിശ്ശേരി ചെയ്യുമ്പോൾ ഈ തേങ്ങ വറുത്ത് അതിന് മേലെ ഇട്ട് കൊടുക്കുന്നതാണ് ആ എരിശ്ശേരിയുടെ പ്രധാനമായിട്ടുള്ള ടേസ്റ്റ്. അപ്പോൾ നമുക്ക് സിമ്മിലിട്ടിട്ട് ഇതൊന്ന് വറുത്തെടുക്കാം. ഈ തേങ്ങ നല്ലതുപോലെ ഒന്ന് വറുത്ത് വരണേ. ഇപ്പം നമ്മുടെ തേങ്ങ കളറൊക്കെ മാറി നല്ല ബ്രൗൺ കളറായി വന്നിട്ടുണ്ട്. ഇത് കറക്റ്റ് പരുവത്തിന് വന്നിട്ടുണ്ട്. ഇനി ഒരുപാട് നേരം നമ്മളിതിൽ വെക്കാൻ പാടില്ല, അങ്ങനെയായി ഇത് കരിഞ്ഞു പോകും. ആ പാത്രത്തിൻ്റെ ചൂടിൽ തന്നെ വേഗം അത് കരിഞ്ഞു പോകും. ഇപ്പോൾ നമ്മുടെ എരിശ്ശേരിയിലേക്ക് നമുക്ക് ഈ വറുത്ത് വെച്ചിരിക്കുന്ന തേങ്ങയും താളിച്ച കടുകും കറിവേപ്പിലയും വറ്റൽമുളകും ഉള്ളിയും കൂടെ ചേർത്ത് കൊടുക്കാം. ഇത് ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ ഉടനെ മിക്സ് ചെയ്യാൻ പാടില്ല കേട്ടോ. നമ്മളിതൊന്ന് മൂടി വെക്കണം. ഒരു 5 മിനിറ്റ് മൂടി വെച്ചതിന് ശേഷം മാത്രമേ ഇത് മിക്സ് ചെയ്യാൻ പാടുള്ളൂ. അങ്ങനെ മൂടി വെച്ച് കഴിഞ്ഞാലുള്ള പ്രധാന ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഈ ടേസ്റ്റും ഈ ഫ്ലേവറും ഒക്കെ കുറേ നേരം അതിലുണ്ടാവും. അതല്ലാന്നുണ്ടെങ്കിൽ ഈ ഫ്ലേവർ മെയിനായിട്ട് പോവും. അതുകൊണ്ടാണ് നമ്മൾ ഈ കടുക് താളിച്ചതിന് ശേഷം ഒരു 5 മിനിറ്റ് ഏത് കറിയായാലും അതൊന്ന് മൂടി വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ കറിക്ക് നല്ല ടേസ്റ്റ് ഉണ്ടാവും. ഇപ്പോൾ നമുക്കിതൊന്ന് തുറന്ന് നോക്കാം. ഇനി നമ്മൾ ഈ വറുത്ത് വെച്ച തേങ്ങയും താളിച്ച കടുകും എല്ലാം കൂടെ നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അത്രയേ ഉള്ളൂ. നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള മത്തങ്ങ എരിശ്ശേരി വളരെ വേഗത്തിൽ റെഡി ആയിട്ട് വന്നിട്ടുണ്ട്. ഇത് വറുക്കുന്ന കുറച്ച് സമയം മാത്രമേ ഉള്ളൂ, ബാക്കിയെല്ലാം പെട്ടെന്ന് തന്നെ ചെയ്തെടുക്കാവുന്നതാണ്. അപ്പോൾ നിങ്ങൾ എന്തായാലും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടമാകുകയാണെങ്കിൽ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്തിട്ട് ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒക്കെ ഈ ചാനലൊന്ന് ഷെയർ ചെയ്യണം കേട്ടോ.